നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിന് മുമ്പേ തന്നെ ഞാനൊരു വ്യക്തിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. എൻ്റെ സബ്സ്ക്രൈബർ കൂടിയായ ചിന്നുവിനോടാണ് എനിക്ക് ആ നന്ദി അറിയിക്കാനുള്ളത്. കാരണം പുതിയൊരു സബ്ജക്റ്റ് ഇല്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ ചിന്നു എന്നെ വിളിക്കുകയും ഞാൻ ഇങ്ങനൊരാളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഇതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യാമോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പഠിച്ചപ്പോൾ ഒരു കേരളക്കാരൻ എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നിയൊരു നിമിഷമാണ് എനിക്കത്. കാരണം ഇതുവരെ ആരും ചെയ്യാത്തതും ഇനി കുറേ തലമുറ കഴിഞ്ഞാൽ ആരെക്കൊണ്ടും ചെയ്യാനൊക്കാത്തതുമായ ഒരു കാര്യം നമ്മുടെ ഒരു കേരളക്കാരൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതെ, ഞാനിവിടെ പറയാൻ പോകുന്നത് കൃഷ്ണൻ നായരെ കുറിച്ചാണ്. നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട്. നൂറിലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ കൃഷ്ണൻ നായർ തൻ്റെ ജീവിതകാലം മുഴുവൻ മലയാള ചലച്ചിത്ര ലോകത്തിന് വേണ്ടി സമ്മാനിച്ച കൃഷ്ണൻ നായരാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 100 സിനിമകൾ സംവിധാനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കാര്യം ഒരു സിനിമ തന്നെ സംവിധാനം ചെയ്യണമെങ്കിൽ എന്തോരം കഷ്ടപ്പാട് കാണും. അങ്ങനെ 100ഓളം ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓർക്കുക, അദ്ദേഹം സംവിധാനത്തിലേക്ക് ഇറങ്ങുന്നത് ഏകദേശം 1946 സിനിമാ ലോകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ആലോചിക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 അദ്ദേഹം സിനിമാ ലോകത്തിലേക്ക് ചെല്ലുന്ന 1946 ഒരുപാട് പ്രതിസന്ധികളിലൂടെ രാജ്യം കടന്നു പോകുന്ന സമയത്താണ് അദ്ദേഹം സിനിമാ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹം വളരെ സിമ്പിളായ ഒരു മനുഷ്യനായിരുന്നു. പല ആക്ടേഴ്സും പറയുന്ന വീഡിയോസ് ഞാൻ കണ്ടു. വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കലും ഡയറക്ടർ കസേരയിൽ ഒരിക്കലും സംവിധാനം ചെയ്യാറില്ല. അദ്ദേഹം ആക്ടേഴ്സിൻ്റെയും കൂടെയുള്ള വർക്കേഴ്സിൻ്റെയും ഇടയിലേക്ക് ഇറങ്ങി ചെന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. എപ്പോഴും ഒരു വെള്ള ഡ്രസ്സിംഗ് കോഡാണ് അദ്ദേഹം എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത്. തന്നെയല്ല, വളരെ രസകരമായി തോന്നിയൊരു കാര്യം, എപ്പോഴും ഒരു ടവലും ഇട്ട് ഡയറക്ടർ കസേരയിൽ ഇരിക്കാതെ ആ ജോലി ചെയ്യുന്ന മൊത്തം ക്രൂവിൻ്റെ ഇടയിലേക്കും ഡയറക്ടർ എന്നുള്ളൊരു താരജാട പദവിയില്ലാതെ അത്രയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഒരു ദിവസം തന്നെ 2-3 സിനിമയുടെ ഡയറക്ഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ദിവസം 2-3 സിനിമ. അതായത് ഇന്നിപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം 3ാമത്തെ ചിത്രത്തിന്റെ തിരക്കഥയിലോ വർക്കിലോ ഒക്കെ ആയിരിക്കാം അതേ ദിവസം തന്നെ. അതാണ് കൂടുതൽ അതിശയപ്പെടുത്തുന്നത്. ലോകത്ത് പല സംവിധായകരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ജെയിംസ് കാമറൂൺ, അങ്ങനെ ഇങ്ങനെ ഒത്തിരി പേരെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം സിനിമകൾ സംവിധാനം ചെയ്തൊരു സംവിധായകനെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ഞെട്ടലാണ് ഉണ്ടായത്. കാര്യം പണ്ട് ഞാൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോയിട്ട് പോലും എന്തോരം റിസ്ക് നമ്മൾ അന്നേരം എടുത്തായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം 100 സിനിമ ചെയ്തതെന്ന് പറയുമ്പോൾ അതൊരു മലയാളി കൂടിയാണ് എന്നാണ് നമ്മളിതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. അക്കാലത്ത് സിനിമകൾ കൂടുതലും ഷൂട്ട് ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ എറണാകുളത്തൊന്നുമല്ല, അന്ന് മദ്രാസിലായിരുന്നു. ഇന്നത്തെ തമിഴ്നാട് അല്ലെങ്കിൽ ചെന്നൈ, അവിടെയൊക്കെയാണ് അന്നത്തെ സിനിമാ കേന്ദ്രങ്ങൾ. മലയാള ചിത്രങ്ങൾ അന്ന് ഇല്ല. 2 ചിത്രങ്ങളോളം വന്നിട്ടുണ്ട്, എന്നാലും ഇല്ല. അദ്ദേഹം ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു സഹസംവിധായകനാവാൻ ഒത്തില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം സഹസംവിധായകനാകണമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് മലയാളം മാത്രമേ അറിയൂ. അവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന തമിഴ്, തെലുങ്ക്, മറ്റ് ഹിന്ദി ഭാഷകളൊക്കെയാണ്. കാരണം മലയാളത്തിൽ അങ്ങനെ ചിത്രങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല ആ കാലത്ത്. ഭാഷയോടുള്ള പരിജ്ഞാനം കുറവ് കൊണ്ട് അദ്ദേഹത്തിന് ക്യാമറ അസിസ്റ്റന്റായിട്ട് ജോലി കിട്ടാനേ സാധിച്ചുള്ളൂ. അക്കാലത്ത് മലയാള സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് കൃഷ്ണൻ നായരും, രണ്ടാമത് RN പിള്ളയും. ഇവർ 2 പേരുമാണ് മലയാള സിനിമയിൽ അന്ന് വർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് ക്യാമറാമാൻ ജിതിൻ എന്ന ആളുടെ ക്യാമറ അസിസ്റ്റന്റായിട്ട് ന്യൂട്രോൺ സ്റ്റുഡിയോയിലാണ് അദ്ദേഹം ആദ്യമായി സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. അക്കാലത്തെ ക്യാമറയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഡെബറി എന്ന പേരിലുള്ള ഒരു ക്യാമറയാണ്. കാരണം ഭയങ്കര വലിയൊരു ക്യാമറയാണ്. ഈ ക്യാമറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്യാമറകളൊക്കെ നമുക്ക് വ്യൂ ഫൈൻഡറിൽ കൂടെ നമ്മളെടുത്ത വിഷ്വൽസുകൾ കാണാവും. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പം
മെമ്മറി കാർഡുകളിലും ലോട്ടാണ് വിഷ്വൽസിനെ സേവ് ആക്കി വെക്കുക. വലിയ റിസ്ക് ഇല്ല. പക്ഷേ അക്കാലത്ത് ഫിലിമിലായിരുന്നു എടുക്കുന്ന വിഷ്വലുകളെ പതിച്ചു വെക്കുന്നത്. കാരണം ചെറു ചിത്രങ്ങളായിട്ടാണ് കിട്ടുന്നത്. അതിനെ സ്പീഡിൽ ഓടിച്ചാണ് അതിനെ മൂവിങ് ചെയ്തെടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ആ ക്യാമറ ഈ സിനിമയിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സിനിമാ ലോകത്തേക്ക് കൂടുതൽ ശ്രദ്ധ നേടാനുണ്ടായ കാരണം ഇതിൽ ഫിലിമിലൂടെ തന്നെ നമുക്ക് ആക്ടേഴ്സിന്റെ ആക്ഷനുകൾ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ വ്യൂ ഫൈൻഡറിൽ കാണുന്ന പോലെ തന്നെ. അപ്പം നമുക്ക് സ്പോട്ടിൽ തന്നെ അവരുടെ അഭിനയ നിലവാരം അല്ലെ ഇച്ചിലൂടെ മികച്ചതാക്കാനുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ റീടേക്ക് എടുക്കാനുള്ളൊരു അവസരം കൂടി അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഈ ഡബറി എന്ന് പറയുന്ന ക്യാമറയാണ് അന്ന് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ പ്രയാസമാണ്. എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആലോചിക്കണം, ഒരു സിനിമയുടെ ഒരു സീൻ തന്നെ ചിലപ്പോൾ എടുക്കുന്നത് 2-3 മണിക്കൂർ എടുത്തിട്ടായിരിക്കും. കാരണം ഒരു സ്ഥലത്ത് വെച്ചൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ക്ലോസ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വൈഡ് ഉണ്ട്, പിന്നെ അല്ലാതെ എന്താ പറയുന്നത് ഫുൾ ഏരിയ കവർ ചെയ്തുകൊണ്ട്, അല്ലെ റൊട്ടേഷൻ ആയിട്ടുള്ള ഷൂട്ടുകളുണ്ട്, അല്ലെ അപ്പിൽ നിന്നുള്ള ക്രെയിൻ ഷോട്ടുകളുണ്ട്. ഇതെല്ലാം കണ്ടിന്യൂ ആയിട്ട് എടുക്കുകയും വേണം. അപ്പോൾ ഒരിടത്ത് ക്യാമറ സെറ്റ് ചെയ്ത് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ അതേ ആക്ടേഴ്സ് അവിടെ തന്നെ അതേ രീതിയിൽ തന്നെ അഭിനയിച്ച് അതിന്റെ കണ്ടിന്യൂറ്റി എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഇതേ സിസ്റ്റത്തെ മാറ്റി വേറെടുത്ത് വെക്കാൻ. അപ്പൊ അതിൻ്റെതായ സമയതാമസമുണ്ട്. അപ്പൊ ഇന്ന് അത്രയും ചെറിയ ക്യാമറ ഉണ്ടായിട്ട് പോലും ഈ 2-3 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആലോചിച്ചോളാം, ഇത്രയും വലിയ ക്യാമറയെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ബൂം എന്ന് പറയുന്ന സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റം വഴിയാണ് സ്പോട്ടായിട്ട് തന്നെയാണ് അന്ന് ഡബ് ചെയ്തിരുന്നത് ആക്ടേഴ്സിൻ്റെത്. കാരണം അതിൽ ബൂം എന്ന് പറയുന്നൊരു റെക്കോർഡിംഗ് സിസ്റ്റം, അതിൽ മൈക്ക് കണക്ട് ചെയ്യുന്നു, അത് അഭിനയിക്കുന്ന സ്ഥലത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പം ആക്ടേഴ്സ് പറയുന്ന ഡയലോഗുകൾ അതിലേക്ക് പകർത്തുകയും ചെയ്യും. എന്തെല്ലാം പ്രോസസ് കൂടെയാണ് ആ ഒരു ചെറിയൊരു മിനിറ്റ് തന്നെ കടന്നു പോകുന്നതെന്ന് ആലോചിച്ചോണം. അന്നത്തെ കാലത്ത് 90% സിനിമകളും ഷൂട്ട് ചെയ്തിരുന്നത് സ്റ്റുഡിയോയ്ക്കകത്താണ്. സ്റ്റുഡിയോയിൽ വെച്ച് തന്നെയാണ് 90% സിനിമകളും ഷൂട്ട് ചെയ്തിരുന്നത്. 10% മാത്രമേ ഔട്ട്ഡോർ എടുക്കുകയുള്ളൂ. അതിന് കാരണമുണ്ട്. സിനിമ അധികം പ്രചാരമല്ലാത്തതുകൊണ്ട് അവർക്ക് അൺകൺട്രോൾഡ് ക്രൗഡ് ആയിരിക്കും. ഇപ്പൊ ഇന്നത്തെ കണക്കല്ല. ഇന്നിപ്പോ ഒരു സിനിമ ഷൂട്ട് ഉണ്ടെങ്കിലും ക്രൗഡ് ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും മുൻപത്തേതിനെ അപേക്ഷിച്ചില്ല. പഴയ കാലത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, രജനീകാന്ത് ചത്തപ്പോൾ തന്നെ 3-4 തിയേറ്റർ കത്തിച്ച കാലമാണ്. അത് ഇദ്ദേഹം വന്ന് കുറെ നാൾ കഴിഞ്ഞിട്ടുള്ള സംഭവം അതൊക്കെ. അപ്പം ഷൂട്ടിങ് അത്രയേറെ ആളുകളുടെ ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മലയാളികൾ ആരുമില്ല, അത് ഓർത്തോണം. ഇന്നത്തെ റെക്കോർഡിംഗ് സിസ്റ്റങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് തന്നെ ആ ഏരിയയിൽ മാത്രമുള്ള സൗണ്ടുകളെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ വെക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും കണ്ടെത്തിയിട്ടില്ല. കാരണം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈഡിൽ എന്തൊക്കെ സൗണ്ട് ഉണ്ടോ അത് ഫുള്ള് കിട്ടും. പിന്നെ തന്നെയല്ല, അന്ന് വൈഡിലോട്ട് ഇറക്കി ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഔട്ട്ഡോറിലോട്ട് ഇറക്കി എടുത്തു കഴിഞ്ഞാൽ നായകന്റെ ഈ വീരശൂര പരാക്രമങ്ങളൊക്കെ ഉള്ള ഷോട്ടുകളൊക്കെ അല്ലയോ, അത് ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. കാരണം ഈ പുള്ളി ഇത്രേ ഉള്ളോന്ന് തോന്നും. സിനിമയെ കാണുന്ന പോലെ അല്ലല്ലോ. കാരണം ഒരു ഷോട്ട് എടുത്തിട്ട് പിന്നെ അടുത്ത ഷോട്ട് എടുക്കുന്നത് വരെ പുള്ളി ഫ്രീ ആയിരിക്കും. പുള്ളി എങ്ങനെയാണോ പുള്ളിയുടെ യഥാർത്ഥ ഒരു നേച്ചർ അതേ രീതിയിലായിരിക്കും. ആക്ഷൻ പറയുമ്പോൾ മാത്രമല്ലേ അയാൾ അതിനനുസരിച്ച് അഭിനയിക്കുന്നുള്ളൂ. അപ്പം ജനത്തിന് ആ നടൻ ഒരു നിസ്സാരക്കാരനാണ് എന്നുള്ള ഒരു തോന്നലും കൂടെ ഉണ്ടാക്കും. അതുകൊണ്ട് അവര് മാക്സിമം ഷൂട്ടും സ്റ്റുഡിയോ വെച്ച് തന്നെ നടത്താനാണ് നോക്കുന്നത്. തീരെ നിവൃത്തിയില്ല എങ്കിൽ മാത്രമേ അവർ ഔട്ട്ഡോർ തിരഞ്ഞെടുക്കുകയുള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏകദേശം മലയാള സിനിമയിൽ 4 പതിറ്റാണ്ടോളം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, സംവിധായകനായി ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ എന്ന് പറയുന്ന ആ സിനിമയുടെ കാലത്താണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ആദ്യമായി സഹസംവിധായകനായി വർക്ക് ചെയ്തത് ആത്മസഖി പ്രിയസഖി എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. അദ്ദേഹം സ്വതന്ത്രനായി സംവിധാന ലോകത്തേക്ക് വരുന്നത് CID എന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ടാണ്. അപ്പം ആ CID എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം സിനിമാ ലോകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു. ഒരു കണക്കിന് അത് നന്നായി. കാരണം അദ്ദേഹത്തിന് ക്യാമറയെ കുറിച്ചെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഓരോ ഷോട്ടുകൾ എടുക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചു. അത് അദ്ദേഹം ആദ്യം തന്നെ സഹസംവിധായകനാകാഞ്ഞതും കാര്യമില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു 4-5-6 സിനിമയിൽ അങ്ങ് ഒതുങ്ങിപ്പോയെന്നെ.
പക്ഷെ അദ്ദേഹം ഓരോന്നിനെ കുറിച്ചും കൃത്യമായി സൂക്ഷ്മമായി പഠിച്ചിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അനായാസം അദ്ദേഹത്തിന് ഇത്രയധികം സിനിമകൾ സംവിധാനം ചെയ്യാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സെറ്റിലുണ്ടായിരുന്ന പല ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂസുകളിൽ നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത് അദ്ദേഹം വളരെ വളരെ നിഷ്പക്ഷമായിട്ട്, അല്ലെങ്കിൽ ഒരു വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം ഒരു സെറ്റിനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. കാരണം പല ആക്ടേഴ്സ് ചിലപ്പോൾ തെറ്റിക്കും, അല്ലെങ്കിൽ അതിന്റെ ബാക്കിലുള്ള പിന്നണിയിൽ നടക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും മറ്റ് ഘടകങ്ങളെല്ലാം അവരുടെ ഒരു ഉദ്ദേശ രീതിയിൽ വന്നില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സംവിധായകരുള്ള ഈ കാലത്ത്, അല്ലെങ്കിൽ കൂടുതൽ ടോർച്ചർ ചെയ്യുന്ന സംവിധായകരുള്ള കാലത്ത് അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് എല്ലാ വിഷയങ്ങളെയും ഒരു ചെറു ചിരിയോടെ നമുക്കൊന്നുകൂടെ എടുക്കാം എന്ന് പറഞ്ഞ് അതിനെ വീണ്ടും ആ ഒരു കറക്റ്റ് രീതിയിലോട്ട് കൊണ്ടുവന്നത്. വളരെ ക്ഷമയോട് കൂടിയാണ് ആ മനുഷ്യൻ വളരെ സിമ്പിളായിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തിരുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം എനിക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ ഒരു സിനിമാ സുഹൃത്തിനോടൊക്കെ അന്വേഷിച്ചു അങ്ങനെ നമുക്ക് കിട്ടിയതാണ്. അന്നത്തെ കാലത്ത് വർഗീയ കലാപങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം കുട്ടിക്കുപ്പായം എന്ന പേരിൽ ഒരു പ്രത്യേക മത സമൂഹത്തെ കുറിച്ച് ഒരു സിനിമ എടുക്കുകയുണ്ടായി. അതൊരു വലിയ ധൈര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ അത്രയും ആളുകൾക്ക് ഒരു ഗ്രാമപ്രദേശങ്ങളിലുള്ളവരായാലും ഇന്നത്തെ അത്രയും ഒരു സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ മറ്ററിവുകളോ വളരെ കുറവുള്ളൊരു സമയത്ത് അദ്ദേഹം കുട്ടിക്കുപ്പായം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. ഒരു പ്രത്യേക മതഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സിനിമ എടുക്കുന്നത്. ആ സിനിമ എടുക്കുമ്പോഴും അദ്ദേഹം പ്രൊഡ്യൂസറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് അതിൽ ചെറിയൊരു സീനുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് തട്ടമിടുന്നൊരു സീൻ. അപ്പം സിനിമയിലൊക്കെ സാധാരണ സ്റ്റൈലായിട്ടാണ് ഇടുന്നത്. തട്ട ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം മറയുക എന്നാണ്. അപ്പം അത്രയും സൂക്ഷ്മമായി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ ആചാരങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടാണ് കുട്ടിക്കുപ്പായം എന്ന് പറയുന്ന സിനിമ ആ സമയത്ത് അദ്ദേഹം എടുത്തത്. അത് വലിയ വിജയവുമായിരുന്നു. ഇന്നത്തെ പോലെ 100 ദിവസമൊന്നും അന്നത്തെ സിനിമ ഓടത്തില്ല. അന്ന് 50 ദിവസം ഓടിയാലും ആ സിനിമ ഹിറ്റാണ്. കാരണം ആ കാലം അങ്ങനെയാണ്. രണ്ട് പ്രൊഡക്ഷൻ കമ്പനികളും മലയാള സിനിമ എടുക്കാനായി വന്നു. കാരണം അന്ന് സ്റ്റുഡിയോ ഫ്രീ ടൈമിലൊക്കെ മിക്കവാറും നൈറ്റ് ടൈമൊക്കെ ആയിരിക്കും മലയാളത്തിന് കൊടുക്കുന്നത്. ആ സമയം മറ്റേവരുടെ ഉറങ്ങുമായിരിക്കുമല്ലോ. ആ സമയം വേണം നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കും. ബാക്കി ആക്റ്റീവായിരിക്കുന്ന ടൈമുകളിൽ അവരവരുടെ സിനിമകൾ എടുക്കും. ഇത്രയും പ്രതിസന്ധികൾ നിറഞ്ഞിരുന്ന സമയത്ത് സിനിമ എടുത്ത് അവരത് ഇറക്കി മലയാള സിനിമാ ലോകത്തിനൊരു വലിയൊരു അടിത്തറ പാകി കൊടുത്തു. ഇന്നത്തെ നടന്മാരും സംവിധായകന്മാരും എല്ലാം നമിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ വാർത്തെടുത്ത ആളുകളാണ് അവര്. മറക്കാൻ പാടില്ല ഒരിക്കലും. മിർലാൻഡ്, ഉദയ സ്റ്റുഡിയോ, ഈ 2 സ്റ്റുഡിയോയുടെയും സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് ഇദ്ദേഹം. എടുത്തു പറയേണ്ട കാര്യം, ഈ 2 പേരെ ഒരു നുകത്തി കൊണ്ടുവന്നുള്ളത് ചില്ലറ കളിയല്ല. ഒരുപാട് പൈസയൊക്കെ ഇട്ട് കളിക്കുന്ന കളിയല്ലേ. അക്കാലത്ത്, അതായത് 46, 52, 56 ആ കാലഘട്ടത്തിലൊക്കെ ഏകദേശം 40,000 രൂപയോളം പ്രതിഫലം മേടിച്ചിട്ടുന്ന ആളുകൾ വരെ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം മലയാള സിനിമയുടെ അഭിമാനമാണ്. അദ്ദേഹം മലയാള സിനിമയുടെ സ്വത്താണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത് വളരെ പരമസത്യമായൊരു കാര്യമാണ്. ഇനി ഒരാൾക്കും അത്രയും വലിയ ഒരു ഉയരത്തിലേക്ക് എത്താനൊക്കില്ല. ഇതുവരെ ആരും വന്നിട്ടുമില്ല. ഇനി ഒരാൾക്ക് ചെയ്യാനൊക്കില്ല. ഏതായാലും അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയെ ഉപയോഗങ്ങളോടുകൂടി നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിക്കുന്നു. തന്നെയുമല്ല, എനിക്ക് ഈ ഒരു വിഷയം സജസ്റ്റ് ചെയ്തു തന്ന ഇത്രയും വലിയൊരു മഹാനായ ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തന്ന ചിന്നു എന്ന് പറയുന്ന ആ കുട്ടിയോടുള്ള നന്ദിയും കൂടി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറയുകയാണ്. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല സ്കിപ്പ് ചെയ്ത് കളയുക, പോവുക. താങ്ക് യു.